തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. വളരെയധികം ദുഃഖമുള്ള ഒരു ദിവസം, കേരളക്കരയാകെ വേദനിക്കുന്ന ഒരു ദിവസമാണിന്ന്. നമ്മുടെ പ്രിയപ്പെട്ട രണ്ടക്ഷരം കൊണ്ട് തൻ്റെ വ്യക്തിപ്രഭാവം തെളിയിച്ച വിപ്ലവ സൂര്യൻ നമ്മെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ടു കാലത്തോളം ജീവിച്ച് ആ ഒരു വിപ്ലവ സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിൽ തൊട്ട റെഡ് സല്യൂട്ട്. ലാൽ സലാം സഖാവേ, ലാൽ സലാം. VS എന്ന് പറയുമ്പോൾ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെ മകൻ VS, അല്ലെങ്കിൽ വെന്തലത്തെ വീട്ടിൽ ശങ്കരൻ്റെ മകൻ VS, നൂറ്റാണ്ടിൻ്റെ വിപ്ലവ സൂര്യൻ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം കഷ്ടയാതനകളിൽ ജനിച്ച് വിപ്ലവാത്മക ചിന്തയിലൂടെയും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി പോരാടി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറി അതിൽ നിന്നുകൊണ്ട് ജനസേവനം എത്രത്തോളം നടത്താമെന്ന് തെളിയിച്ച് യാതൊരു വിവാദങ്ങളിലും ഉൾപ്പെടാതെ ജീവിച്ച് ജീവിതം തന്നെ ഒരു തുറന്ന പുസ്തകമായിരുന്ന വ്യക്തിയായിരുന്നു സഖാവ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ, ടീമിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ, LDF കൺവീനർ എന്ന നിലയിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയേതര സാമൂഹിക പ്രശ്നങ്ങളിൽ, അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ എല്ലാം ഇടപെട്ട് വളരെ സ്വന്തം അഭിപ്രായം വ്യക്തമായിട്ടും വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. അതായിരുന്നു VS എന്ന് പറയുന്നത്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് എത്തി നോക്കാം. അപ്പോൾ വായോ, നമുക്ക് ഒരുമിച്ച് പോകാം. ഒരു നൂറ്റാണ്ടിന് മുൻപ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയോ വർഷങ്ങൾ മുമ്പ്, 1923 ഒക്ടോബർ 20 വെന്തലത്തെ വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മൂന്നാമത്തെ മകനായി ആലപ്പുഴ പുന്നപ്രയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനനം. അദ്ദേഹം ജനിച്ച് 10 മാസമായപ്പോൾ തന്നെ നൂറ്റാണ്ടിലെ പ്രളയം എന്നറിയപ്പെടുന്ന 99 പ്രളയം എന്നറിയപ്പെടുന്ന പ്രളയകാലമായിരുന്നു എന്ന് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് തൻ്റെ 4ാമത്തെ വയസ്സിൽ മാതാവ് അക്കമ്മയെ നഷ്ടപ്പെടുകയാണ്. അതിനുശേഷം 11ാമത്തെ വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലർ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് സഖാവേ താങ്കൾക്ക് ദൈവവിശ്വാസമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന ദൈവങ്ങളെ എല്ലാം ഞാൻ വിളിച്ചു, പ്രാർത്ഥനകളും പിന്നെ നേർച്ചകളും ഒക്കെ പറഞ്ഞു, ഞാൻ അഭ്യർത്ഥിച്ചു, പക്ഷേ അവിടെ ഒരു ദൈവവും എന്നെ കനിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ അത് കേട്ടു നോക്കാം സുഹൃത്തുക്കളെ. നോക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ 4 വയസ്സായപ്പോഴേക്ക് ആ കാലത്തെ മസൂരി പടർന്നു പിടിച്ച മസൂരി രോഗത്തിൽ പിടിപെട്ട് അന്നൊന്നും പരിഷ്കൃതമായ ചികിത്സ സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് ഈ നാട്ടുവൈദ്യന്മാർ ആയുർവേദത്തിൻ്റെ ആളുകൾ മാത്രമാണ് ശുശ്രൂഷയ്ക്കും ചികിത്സയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമായ നിലയിലുള്ള ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടു. അങ്ങനെയുള്ള ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു ഓഹിച്ചുകൊണ്ട് അച്ഛനാണ് എന്നെ വളർത്തിയത്. അച്ഛൻ സുഖമില്ലാതെ 2 മാസത്തോളം കിടന്നപ്പോൾ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാന്മാരെ മുഴുവൻ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു പോകുന്ന ഭഗവാന്മാരെ മുഴുവൻ അച്ഛൻ്റെ സുഖത്തോട് ഭേദമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് നേർച്ചകളും ഒരുപാട് അഭ്യർത്ഥനകളൊക്കെ നടത്തി. അവസാനം നേർച്ചകളൊന്നും ഫലപ്പെടാതെ അച്ഛനും മരിച്ചു. 11 വയസ്സുള്ള ഇങ്ങനെ 7ാം ക്ലാസ്സിൽ പോയിട്ടുണ്ടിരിക്കുമ്പോൾ മരിച്ചു. അത് മുതൽ എൻ്റെ
ആ വിശ്വാസങ്ങളിങ്ങനെ പോയി. സ്വാതന്ത്ര്യത്തിന് വളരെ മുൻപാണ്. ജന്മിത്ത പ്രഭാവത്തിൻ്റെയും ജാതീയതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കൊടിയ യാതനകളുടെയും കാലമാണ്. അന്ന് ആശുപത്രികളോ ആധുനിക സംവിധാനങ്ങളോ മറ്റൊന്നുമില്ല. അന്ന് ബാധിച്ചിരുന്ന അസുഖമാണ്. നമ്മളിപ്പോൾ കൊറോണയൊക്കെ നമ്മുടെ പാൻഡമിക്കായിട്ട് വന്ന കൊറോണ വന്നപ്പോഴുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം പോലെ ആയിരുന്നിരിക്കാം, ക്വാറൻറ്റൈനും മറ്റും ആയിരുന്നിരിക്കാം. ഈ വസൂരി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു പാൻഡമിക്കായിട്ട് തന്നെ വന്ന ഒരു സാംക്രമിക രോഗമാണ്. VS തന്നെ പറയുന്നുണ്ട്, മൈലുകൾ അകലെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ അസുഖബാധിതരായ ആളുകൾ വേദന കൊണ്ട് കരയുന്നത് നമ്മൾക്ക് കേൾക്കാനാവും. എത്ര ഭീതിദയമാണല്ലേ. ആ ഒരു കാലത്ത് കുഞ്ഞ് VS തൻ്റെ അമ്മയെ കാണണമെന്ന് പറയുമ്പോൾ ചേട്ടനൊപ്പം ഒരിക്കൽ വന്ന് അമ്മയെ കണ്ടുവെന്നും അമ്മ ബായി പറയുന്ന ഒരു സീനെക്കുറിച്ചും പറയുമ്പോൾ ആരുടെ മനസ്സിലാണ് തെറ്റാത്തത്? 4 വയസ്സുള്ളൊരു കുഞ്ഞ്, അവന് പ്രായത്തിൽ അമ്മയോടൊപ്പം നിൽക്കേണ്ടതാണ്. ആ സമയത്ത് അമ്മയ്ക്ക് അസുഖമായ അമ്മയെ കാണണം. ദൂരെ നിന്ന് നോക്കുമ്പോൾ അമ്മ ജനൽ വഴി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നീട് അമ്മയെ കാണാൻ പറ്റിയിട്ടില്ല, അമ്മ മരിച്ചു. അതിനുശേഷം അദ്ദേഹം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛന് ഈ പറഞ്ഞതുപോലെ പനി, ജ്വരം എന്നാണ് പറയുന്നത്, അത് പിടിപെടുകയും 2 മാസക്കാലത്തോളം അദ്ദേഹം രോഗശയ്യയിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മറ്റു മക്കളും അച്യുതനും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് ആകെയുള്ളത് അച്ഛനാണല്ലോ, അച്ഛനെങ്കിലും ഞങ്ങൾക്ക് തരണമേ ഈശ്വര. അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് നേർച്ചകളും മറ്റും പറയുകയും അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും 2 മാസത്തിന് ശേഷം മരണപ്പെടുകയാണ് ഉണ്ടായത്. അന്ന് കണ്ണു തുറക്കാത്ത ദൈവത്തെ എനിക്കിനി വേണ്ട, അന്നേ നഷ്ടപ്പെട്ടതാണ് ദൈവവിശ്വാസം എന്നാണ് അദ്ദേഹം പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുള്ളത്. 4ാമത്തെ വയസ്സിൽ അമ്മയും 11ാമത്തെ വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടതിന് ശേഷം അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസമെന്നും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു തയ്യൽക്കാരനായിരുന്നു ജ്യേഷ്ഠനെന്ന് പറയുന്നുണ്ട്. ജ്യേഷ്ഠനോടൊപ്പം പിന്നെ കടയിൽ അദ്ദേഹത്തിനൊരു തയ്യൽ കടയുണ്ടായിരുന്നു, അതിൽ സഹായിക്കാൻ പോയി നിൽക്കുകയും മറ്റുമായിരുന്നു എന്നും അദ്ദേഹം ജ്യേഷ്ഠനോടൊപ്പം ഉള്ള ജോലി സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള കാര്യങ്ങൾ, വിപ്ലവാത്മകമായ കാര്യങ്ങളൊക്കെ ലഘുലേഖകളായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. അപ്പോൾ പത്രങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും അദ്ദേഹം ധാരാളം വായിക്കുമായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഇരിക്കുന്ന ജോലിയിൽ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കെ തന്നെ ആലപ്പുഴ കയർ ഫാക്ടറികളുടെ നാടാണ്, ബ്രിട്ടീഷുകാരാണല്ലോ ഒരു സിസ്റ്റം അവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആലപ്പുഴ കയർ ഫാക്ടറികളുടെ നാടാണ്. ആ നാട്ടിലെ ഒരു കയർ ഫാക്ടറി ബ്രിട്ടീഷുകാരൻ്റെ ജോലിക്ക് പ്രവേശിക്കുകയും അവിടെ നിൽക്കെ നേരത്തെ തന്നെ ജോലിയിൽ പ്രവേശിച്ച പല സുഹൃത്തുക്കളുമായിട്ടുള്ള സമ്പർക്കവും സംസാരവും ജോലി ഭാരത്തെക്കുറിച്ചും കൂലിയില്ലായ്മയെക്കുറിച്ചും. അപ്പോൾ അങ്ങനെയാണ് ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീടാണ് സഖാവ് P. കൃഷ്ണപിള്ളയെ പോലെയുള്ള ആളുകളെ കണ്ടെത്തുവാനും 17ാമത്തെ വയസ്സിൽ സഖാവിൻ്റെ ഒരു ശിഷ്യ, അതായത് VSൻ്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് തന്നെ സഖാവ് P. കൃഷ്ണപിള്ളയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തൊഴിലാളി പ്രസ്ഥാനത്തിലേക്കുള്ള ആ ഒരു കടന്നുവരവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആദ്യം വരുന്നത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്, അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കുള്ള ഒരു കടന്നുവരവൊക്കെ ഉണ്ടാകുന്നത്. അതിലേക്കൊക്കെ വരുന്നത് സഖാവ് P. കൃഷ്ണപിള്ളയുടെ ഇൻഫ്ലുവൻസ് മൂലമാണ്. നിവർത്തന പ്രക്ഷോഭം നമ്മൾ ചരിത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. നിവർത്തന പ്രക്ഷോഭത്തിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നുണ്ട്. VSൻ്റെ സമര ജീവിതകാലത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത നാഴികക്കല്ലുകളിലൊന്നാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. അന്നത്തെ സർ CP-യുടെ ഭരണത്തിനെതിരായിട്ടുള്ള ദിവാനായിട്ടുള്ള സർ CP-യുടെ ഭരണത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു. ആ പ്രക്ഷോഭത്തിൽ വളരെയധികം നാട്ടുകാരായിട്ടുള്ള ലോക്കൽസായിട്ടുള്ള ആളുകൾ വധിക്കപ്പെടുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രക്ഷോഭകാരിയായ പോലീസ് തിരയുന്ന ഒരു വ്യക്തിയായിരുന്നു അച്യുതൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത് പൂഞ്ഞാറിലേക്ക് രക്ഷപ്പെട്ടു പോവുകയും അവിടെ ഒളിവിൽ താമസിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒളിവിൽ താമസിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിനെ പോലീസ് വലയിലാവുകയും പിടിക്കുകയും പാലായിൽ ജയിലിലാകുകയും ചെയ്ത കഥകളും അവിടെ വെച്ച് അദ്ദേഹം അനുഭവിച്ച കൊടിയ പീഡനത്തിൻ്റെ കഥയും മറ്റും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ പീഡനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെയധികം പോലീസ് മർദ്ദനങ്ങൾ ഏൽക്കുകയും ആ മർദ്ദനത്തിൽ അദ്ദേഹത്തിനെ രക്ഷിച്ച ഒരു കള്ളൻ്റെ കാര്യവും അതായത് മരിച്ചു എന്ന് കരുതി ഉപേക്ഷിക്കാൻ
പോയ വി എസിനെ ചാക്കുകെട്ടിലാക്കി ഉപേക്ഷിക്കാൻ പോയ വി എസിൻ്റെ ശരീരത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുവാൻ സഹായിച്ച ഒരു കള്ളൻ്റെ കഥയുമൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം അദ്ദേഹം പറയുന്നത് കേട്ടോ. അത് ഭയങ്കര ഹൃദയസ്പർശിയാണ്. ഒരുപക്ഷെ ആ കള്ളനില്ലായിരുന്നുവെങ്കിൽ വി എസ് എന്ന വ്യക്തി ഉണ്ടാകുമായിരുന്നില്ല. ഇദ്ദേഹത്തിനെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് അവർ പോകും, പോലീസുകാർ പോവും, ഇദ്ദേഹം അവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ആ ഒരു കള്ളൻ്റെ കാര്യം പിന്നീട് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നെങ്കിലും ആ കള്ളൻ്റെ കാര്യം വി എസ് വളരെയധികം എടുത്തു പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം. വി എസിൻ്റെ ജീവിതകാലത്തിൽ അദ്ദേഹം അനുഭവിച്ച ആ ഒരു ജയിൽവാസ കാലം, കൊടിയ പീഡനങ്ങളുടെ കാലം അദ്ദേഹം തന്നെ പറയുമ്പോൾ നമുക്കത് അടി കൊണ്ടൊരു മനുഷ്യന് ബോധരഹിതനാവുകയും പിന്നീട് അദ്ദേഹത്തിന് ആ ബോധരഹിതനായ ആളെ തോക്കിൻ്റെ ബയണറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു സൈഡിൽ കുത്തി മറു സൈഡിൽ അത് വെളിയിൽ വരികയും ആ ദ്വാരത്തിലൂടെ വരുന്ന രക്തത്തിൽ കുളിച്ച് കിടന്ന് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് ഉപദ്രവിച്ച പോലീസുകാരിൽ ചിലരെ എപ്പോഴെങ്കിലും കാണേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 1957 നമ്മുടെ ഗവൺമെൻറ് വന്നല്ലോ. ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രൊമോഷനെക്കുറിച്ചും മറ്റും പറയാനായിട്ട് ആ ഒരു പോലീസ് ഉദ്യോഗത്തിനെ നേരിട്ട് കാണേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 1952 വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ആയിട്ട് മാറുകയും 1954 അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലെത്തുകയും ചെയ്തു. സംസ്ഥാന കമ്മിറ്റി മെമ്പറായി. അതിനുശേഷം 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി. 59 ദേശീയ കൗൺസിലിൽ, പാർട്ടിയുടെ തന്നെ ദേശീയ കൗൺസിലിൽ അംഗമായി. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പുണ്ടാകുന്ന 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ CPIMൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ അവശേഷിച്ച ഒരേ ഒരു കണ്ണിയായിരുന്നു വി എസ് എന്ന് പറയുന്നത്. അദ്ദേഹവും പടിയിറങ്ങിയിരിക്കുകയാണ്. അത് 64 57 നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരുന്നു. അതിനുശേഷം 64 ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 1980 തൊട്ട് 1991 വരെ ഏകദേശം 3 തവണയോളം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 7 തവണ നിയമസഭാ അംഗമായിട്ടുണ്ട്. ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ജനപ്രഭാവമുള്ള, ഇത്രയും ജനസ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ കൂടി വി എസ് ജയിക്കുമ്പോൾ പാർട്ടിക്ക് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരിക്കത്തില്ല. പാർട്ടി ജയിക്കുമ്പോൾ മിക്കവാറും 3 തവണ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. പാർട്ടി ജയിക്കുന്ന സമയത്ത് വി എസ് തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അധികാരത്തിൻ്റെ ആ ഒരു സ്ഥാനത്തു നിന്നും വളരെയധികം മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. 2006 കേരളത്തിൻ്റെ 11ാമത്തെ മുഖ്യമന്ത്രിയായിട്ട്, കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ 82ാമത്തെ വയസ്സിലാണ് ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിട്ടാണ് വി എസ് അച്യുതാനന്ദൻ വരുന്നത്. അതും വളരെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വി എസ് ഭരണത്തിൽ വരുന്നു. ഭരണത്തിൽ വന്ന കേരളത്തെ പിടിച്ചു കുലുക്കിയിട്ടുള്ള പല രാഷ്ട്രീയ വിവാദങ്ങളിലും, ഇപ്പോൾ പാമോയിൽ കേസായാലും ഇടമലയാർ കേസായാലും അതുപോലെ തന്നെ മതികെട്ടാൻ പ്രശ്നമായാലും പ്ലാച്ചിമട കേസായാലും പിന്നെ ഐസ്ക്രീം പാർലർ കേസ്, അങ്ങനെ പല കേസുകളിലും അദ്ദേഹം അതിനെതിരെല്ലാം ശക്തമായി ആഞ്ഞടിക്കുകയും, പക്ഷേ ഇത്രയും വർഷത്തെ 1930കളിൽ തുടങ്ങിയിട്ടുള്ള 38 തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ ജീവിതം, ഇത്രയും നാളത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വന്തം വ്യക്തിഹത്യ വരുത്തുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള വിവാദങ്ങളും അച്യുതാനന്ദനെ കുറിച്ച് നമുക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആ ശോഭ കൂട്ടുന്നു എന്ന് നമുക്ക് പറയാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ 1967 തൻ്റെ 44ാമത്തെ വയസ്സിൽ വസുമതി എന്ന് പറയുന്നുള്ള ഒരു കുട്ടിയുമായിട്ട് വിവാഹം കഴിക്കുന്നു. ആ സമയത്ത് ഇദ്ദേഹവും, ഈ വസുമതി എന്ന് പറയുന്ന ആളും അമ്മയുടെ സംഘടനയിൽ ഉണ്ടായിരുന്ന പ്രവർത്തകയായിരുന്നു. സിക്കന്ദരാബാദിൽ നേഴ്സിങ്ങിനോ മറ്റോ പഠിച്ചുകൊണ്ടിരുന്ന സെക്കൻഡ് ഇയർ സമയമായപ്പോഴത്തേക്കും പാർട്ടി ഫാമിലി തന്നെ ആയതുകൊണ്ട് വിളിച്ചു വരുത്തി വിവാഹം നടത്തുകയായിരുന്നു എന്നാണ് വായിക്കുവാൻ അറിഞ്ഞിട്ടുള്ളത്. വിവാഹങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു വാക്ചാതുര്യം അത് വല്ലാത്തൊരു ഇതാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ചില നർമ്മ രീതിയിലുള്ള ചില കുറിക്കുകൊള്ളുന്ന പ്രയോഗങ്ങൾ ഇതൊക്കെ വളരെ വളരെ പ്രശസ്തമാണ്. അതിൽ 2-3 നമുക്ക് കേട്ട് നോക്കാം. ഒന്ന് രാഷ്ട്രീയപരമാണെങ്കിൽ പോലും ജസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം, കമൻറ്റുകളൊന്നും പറയുന്നില്ല.
ഒന്നൊരു രാഷ്ട്രീയ കാര്യത്തിൽ പശുവിനെ കുറിച്ചുള്ളൊരു വിവാദത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പല സാധനങ്ങൾക്കും വില കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം, അതൊക്കെ വളരെ രസകരപരമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിയമസഭയിൽ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്ത് ബൈബിളൊക്കെ കോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. അതിൽ ചില 1-2 കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. കെടാത്ത തീയും ചാകാത്ത പുഴുവും, കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാടി വീട് പോകും. പശു മാതാവാണ്. അപ്പൊ കാളയോ അതിന്റെ ഭർത്താവല്ലേ? നിങ്ങൾ അച്ഛ എന്ന് വിളിക്കുമോ കാളയെ? ഞാൻ ചോദിക്കുക. പശുവിനെ ബന്ധപ്പെടുത്തുവാൻ വേണ്ടി ഒരു തൊഴുത്തിൽ നിന്ന് മറ്റൊരു തൊഴുത്തിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെ? മൂക്കിന് കയറിട്ട് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ ആരെങ്കിലും നമ്മുടെ പെറ്റ തള്ളയെ ഇങ്ങനെ മൂക്കിന് കയറിട്ട് വലിക്കുമോ? മറ്റൊന്നും പറയാനല്ല, അദ്ദേഹത്തിൻ്റെ ജീവിത നാൾവഴികളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഒരു തിരിഞ്ഞുനോട്ടം നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് നടന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും കുറച്ചൊക്കെ പറയാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം ഭാര്യ വസുമതി, മകൻ അരുൺകുമാർ, അദ്ദേഹം IHRD ഡയറക്ടറാണ്, മകൾ ആശ, ഡോക്ടർ ആശ, മാഡം രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ സയൻറ്റിസ്റ്റാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ബാട്ടൺ ഹില്ലായിരുന്നു താമസം എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ജനങ്ങളുടെയും അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു തലസ്ഥാന നഗരിയിൽ നിന്നും. നമുക്കറിയാം, അദ്ദേഹം 2021 വരെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം വാർദ്ധക്യ സഹജമായ രോഗാവസ്ഥയിലുള്ളതിനാൽ തന്നെ പ്രസ്തുത സ്ഥാനം രാജിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിശ്രമ ജീവിതത്തിലായിരുന്നു എന്നും അധികം സന്ദർശകരൊന്നും ഇല്ലാതെ ഒതുങ്ങി കഴിയുകയായിരുന്നു VS. പക്ഷേ അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ആരോഗ്യകരമായ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു 4 ആഴ്ചയ്ക്ക് മുന്നേ അദ്ദേഹത്തിന് ഒരു ഹൃദയസ്തംഭനം ഉണ്ടാവുകയും SUT ആശുപത്രി, പട്ടത്തെ SUT ആശുപത്രിയിൽ പ്രവേശിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഒരു മെഡിക്കൽ ബോർഡ് ദിവസവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് അദ്ദേഹത്തിന് ജീവൻ നിലനിർത്തിയിരുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം ജൂലൈ 21 പകൽ 3:20 അദ്ദേഹത്തിൻ്റെ ജീവൻ നമ്മളിൽ നിന്നെല്ലാം വിട്ടുപോയിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വീട്ടിലുള്ള ആളുകളിലെല്ലാം ദർശനത്തിന് ശേഷം വീട്ടിൽ നിന്ന് അത് പിന്നെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും രാത്രി മുഴുവൻ അവിടെ പൊതു ജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകർക്കും മറ്റും അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അതിനുശേഷം സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരികയും ദർബാർ ഹാളിൽ പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തതിനു ശേഷം വിലാപയാത്രയായിട്ട് ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ 23-ാം തീയതി നടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് റെഡ് സല്യൂട്ട് അർപ്പിക്കുന്നു, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മറ്റൊന്നും പറയാനില്ല. സ്നേഹത്തോടെ. മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം ഉയർച്ച